ഗൗരി രുദ്രാക്ഷം ഭാഗം 10. രചന അവതരണം കാവ്യ വിമൽ. സംശയം നിറഞ്ഞ മനസ്സുമായി രുദ്രൻ താൽക്കാലികമായി ബാംഗ്ലൂർ നഗരത്തോട് യാത്ര പറഞ്ഞു. കരിമ്പനയ്ക്കൽ തറവാട്ടിലെത്തിയിട്ടും രുദ്രൻ്റെ മനസ്സ് ബാംഗ്ലൂരിൽ വെച്ച് കണ്ടത് ഗൗരിയെ തന്നെയാണോ എന്നുള്ള സംശയത്തിലാണ്. എന്നാലും ഗൗരി തന്നെയാണോ അത് ചോദിക്കണമായിരുന്നു. അതുപോലെ തന്നെ പക്ഷേ ഇത്രയും മോഡേണായി നടക്കുമോ ഗൗരി? ക്ഷീണം കാരണം ഒന്നുറങ്ങാമെന്ന് കരുതി ബെഡിലേക്ക് കിടന്നവൻ്റെ മനസ്സിലേക്ക് വീണ്ടും അതേ സംശയം കടന്നു വന്നതും ഇനിയത് അറിയാതെ സമാധാനം കിട്ടില്ലെന്ന് തന്നെ വിചാരിച്ചു പോയവൻ രുദ്ര. ഡോറിൽ തട്ടിയുള്ള ധ്രുവൻ്റെ വിളി കേട്ടാണ് ഏതോ ലോകത്തെന്ന പോലെ ഇരുന്നവൻ ബോധത്തിലേക്ക് വന്നത്. എൻ്റെ ദൈവമേ, ആ പെണ്ണിൻ്റെ സമാധാനം കളഞ്ഞല്ലോ. പിറുപിറുത്തവൻ വന്ന് വാതിൽ തുറക്കേണ്ട താമസം അകത്തേക്ക് ഇടിച്ചു കയറിയിരുന്നു ധ്രുവൻ. എടാ രുദ്ര, ഇന്നലെ വൈകിട്ട് ആ കാളിമനയിലെ ശിവദത്തൻ ക്ഷേത്രത്തിൽ വെച്ച് അമ്മാവനുമായി എന്തോ വാക്കുതർക്കം ഉണ്ടായി. സംസാരത്തിനിടയിൽ അമ്മാവനെ പിടിച്ച് തള്ളിയവൻ. എന്ത്? ധ്രുവൻ പറയുന്നത് കേട്ടതും ദേഷ്യത്തോടെ ചോദിച്ചവൻ. അമ്മാവന് കുഴപ്പമൊന്നുമില്ല, രുദ്രൻ്റെ ദേഷ്യം കണ്ടവൻ പറഞ്ഞതും. എന്തിനാ അച്ഛനുമായി വഴക്കുണ്ടാക്കിയത്? എടുത്തു ചാടാതെ ഗൗരവത്തോടെ കാര്യം തിരക്കി. നിസ്സാര കാര്യമാടാ. ക്ഷേത്രമുറ്റത്ത് അമ്മാവൻ കാറ് പാർക്ക് ചെയ്തതിൻ്റെ പിന്നിലായി ബൈക്ക് കൊണ്ടുവച്ച് ലോക്ക് ചെയ്തു. അമ്മാവനത് മാറ്റാൻ പറഞ്ഞപ്പോൾ അവനിപ്പോൾ സൗകര്യമില്ല, പതിയെ മാറ്റുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഒന്നും രണ്ടും പറഞ്ഞ് വഴക്കായി. എന്തോ ഒരു അസഭ്യം പറഞ്ഞതിന് അമ്മാവൻ അവനെ അടിച്ചു. അങ്ങനെയാ അവൻ പിടിച്ചു തള്ളിയത്. ധ്രുവൻ രുദ്രൻ്റെ ദേഷ്യം അറിയാവുന്നതുകൊണ്ടും ശിവദത്തൻ വൈരാഗ്യം വെച്ച് അടങ്ങിയിരിക്കില്ലെന്നറിയുന്നത് കൊണ്ടുമാണ് അവനോട് പറഞ്ഞത് തന്നെ. അവനെ ഞാൻ എൻ്റെ അച്ഛനെ പിടിച്ച് തള്ളിയതോർത്ത് ദേഷ്യത്തിൽ പല്ല് കടിച്ച് പറയുമ്പോൾ ധ്രുവൻ മിണ്ടാതെ നിന്നു. സാരമില്ല, അവൻ തന്നെ ഇങ്ങോട്ട് വരും, സമാധാനത്തിൽ പറയുന്നവനെ കണ്ട് ധ്രുവൻ ചിരിച്ചു. അതാണ് രുദ്രൻ. പെട്ടെന്ന് ദേഷ്യം വരും, പക്ഷേ എടുത്തു ചാടി ഒന്നും ചെയ്യില്ല. എടാ, എന്നാ ഞാൻ പോകുക. 8 മണിക്ക് ചെറിയൊരു മീറ്റിംഗ് ഉണ്ട്. ധ്രുവൻ വാച്ചിലേക്ക് നോക്കി ധൃതി കൂട്ടി പറഞ്ഞതും. രാത്രിയിലെ നിൻ്റെ മീറ്റിംഗ് അവസാനം വല്ല വള്ളിയും ഒപ്പിച്ച് വെച്ചിട്ട് എൻ്റെ അടുത്തേക്ക് വന്നേക്കരുത്, ഒരു താക്കീതോടെ അവനോട് രുദ്രൻ പറഞ്ഞതും. എടാ, അത് പിന്നെ പാവമല്ലേ അവള്. ഹോസ്റ്റലിൽ പോയാൽ ഞങ്ങൾ എങ്ങനെ കാണാനാ? ഇതാകുമ്പോൾ അവളുടെ വീടിൻ്റെ മതിൽ ചാടാനും എളുപ്പമാണല്ലോ. ആണ്ടിലും മാസത്തിലുമല്ലേ ഞങ്ങളിങ്ങനെ കാണുന്നത്. അതിൻ്റെ ഒരു സന്തോഷം പറഞ്ഞാൽ നിനക്ക് മനസ്സിലാകില്ല മോനെ. കാരണം പെണ്ണും പെടകോഴിയും ഇല്ലാത്ത നിന്നോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ല. അപ്പം ഞാൻ പോയിട്ട് വരാളിയാ. അവൻ റൂമിൽ നിന്ന് ഇറങ്ങിപ്പോയതും ഒരു ചിരിയോടെ രുദ്രൻ വീണ്ടും വന്ന് കിടക്കയിലേക്ക് കിടന്നു. ഇതേ സമയം കാറിൽ നിന്നിറങ്ങിയ ഗൗരി ചുറ്റുമൊന്ന് നോക്കി. 2 മാസം മാത്രം. എന്നിട്ടും കാളിമനയുടെ മണ്ണിലേക്ക് കാലുകുത്തിയപ്പോൾ അവൾക്കെന്തോ പരിചയമില്ലാത്തൊരു ഭാരമാണ് നെഞ്ചിൽ തോന്നിയത്. പതിവിന് വിപരീതമായി തറവാട്ടിൽ ആകെ ഒരു മാറ്റം. അതെന്തിനാണെന്ന് മനസ്സിലായതും അവളുടെ മുഖത്തെ ഇത്തിരിയുള്ള പ്രകാശം കൂടി കെട്ടുപോയി. ഇനി 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഓർത്തതേ അവൾ കണ്ണുകൾ അടച്ചു കളഞ്ഞു. എൻ്റെ മഹാദേവ, എൻ്റെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ വെറുതെയാകുമല്ലോ. അകത്തേക്ക് കയറിയവൾ ചുറ്റുമൊന്ന് നോക്കി. എല്ലാവരും വടക്കേ മുറ്റത്തെ ഓലപ്പന്തലിനുള്ളിൽ ഇരിക്കുകയാണ്. അവിടെയാണ് പൂജാകർമ്മങ്ങളൊക്കെ നടക്കുന്നത്. ഗൗരിയുടെ മനസ്സ് അസ്വസ്ഥമായി. അവൾക്ക് എങ്ങോട്ടെങ്കിലും ഓടിപ്പോകാൻ തോന്നി. പക്ഷേ കഴിയില്ല. തൻ്റെ തെറ്റായൊരു തീരുമാനം ഈ തറവാടിനെ വേരോടെ പിഴുതെറിയും. ആ, നീ വന്നോ ഗൗരി? എന്തോ ആവശ്യത്തിനായി അകത്തേക്ക് വന്ന അച്ചമ്മ അവിടെ നിൽക്കുന്ന ഗൗരിയോട് തിരക്കി. ശക്തിയില്ലാതെ ഒന്ന് മൂളുക മാത്രം ചെയ്തവൾ. വേഗം പോയി കുളിച്ച് ശുദ്ധിയായി വരൂ കുട്ടി. ഇന്ന് പൂജയുടെ 4ാം ദിവസമാണ്. അറിയാലോ, ഇനി വെറും 3 ദിവസം കൂടി മാത്രം. ഒരു ഓർമ്മപ്പെടുത്തൽ പോലെ അവർ പറയുമ്പോൾ മുറുകെ പിടിച്ച അവളുടെ സ്വപ്നങ്ങൾ അടർന്നു വീഴുന്നത് അറിഞ്ഞവൾ. പറഞ്ഞത് കേട്ടില്ലേ, വേഗം വരിക. അവർ പൂജാമുറിയിൽ നിന്നിറങ്ങിയതും അതേപോലെ നിൽക്കുന്നവളോട് പറഞ്ഞ് അവിടുന്ന് പോയി. ജീവിക്കാൻ ആഗ്രഹിച്ച ജീവിതവും മോഹങ്ങളുമൊക്കെ ഇനി വെറും ഒരു സ്വപ്നം മാത്രമായി മാറാൻ പോകുകയാണെന്നത് വേദനയോടെ ഓർത്തവൾ മുറിയിലേക്ക് കയറി.
തുടരും. കൂട്ടുകാരെ, സ്റ്റോറി ഇഷ്ടമായാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക് യു.